ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും ആർക്കാ കേട് പണ്ട്? അല്ലെ? ഇപ്പൊ ആർക്കാ? മുള്ളിനാണ് കേട്. ഇപ്പൊ ഇലയ്ക്കൊരു പ്രശ്നമില്ല, മുള്ളാണ് സൂക്ഷിക്കേണ്ടത്, നിങ്ങളാണ് മുള്ളുകൾ. അതുകൊണ്ട് ഞാൻ പറയാണ്, വളരെ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കോ. കേരളം ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീകളുടെ ഈ അഹങ്കാരം, ഇങ്ങനെയുള്ള സ്ത്രീയുടെ അഹങ്കാരം നിങ്ങൾ എല്ലാവരും കൂടെ നിർത്തി കൊടുക്കും. എനിക്ക് അത്രയും നിങ്ങളോട് പറയാം. ഇതെല്ലാവരും മാക്സിമം നിങ്ങൾ നോക്കിക്കോ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുരുഷ കമ്മീഷൻ വരുന്നത്. എന്ത് കാര്യം നിങ്ങൾ വന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലുണ്ടാവും. സന്തോഷം, ഒരുപാട് സന്തോഷം ഇത് കേൾക്കുമ്പോൾ. കാരണം ഒരു സ്ത്രീയുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വരണം പല ആട്ടക്കാരികളും. ഇവിടെ പറയുന്നത് ഒരു പർട്ടിക്കുലർ ആട്ടക്കാരിയുടെ കാര്യം കേട്ടോ. സ്വയം വലിയ ആളാണ്, ഞാനാണ് ലോകത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു നാട്യക്കാരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ആട്ടക്കാരി ഒരു നടിക്കെതിരെ വളരെ മോശമായ രീതിയിൽ ബോഡി ഷേമിംഗ് നടത്തിയപ്പോൾ ഞാൻ 2-3 വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കണ്ടാൽ എല്ലാവർക്കും അറിയാം, തെറിയൊന്നും ഒരാളെ ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നീ എന്ന് പറഞ്ഞിട്ടില്ല, തെറി പറഞ്ഞിട്ടില്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിഷേധം ഞാൻ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിന് പറഞ്ഞുണ്ടാക്കിയത് ഞാൻ അവർ അനാവശ്യം പറഞ്ഞു, അല്ലെ ഞാൻ അവരെ തെറി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും എടുത്തിട്ടിട്ട് മേൽക്ക് കയറിയിട്ടുണ്ട്. അത് വളച്ചൊടിച്ചിട്ടാ പറഞ്ഞത്. എന്തെന്ന് ഞാൻ തെറി പറഞ്ഞു, ഞാൻ തെറിയൊരു വാക്ക് പറഞ്ഞിട്ടില്ല അവിടെ. അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ഞങ്ങൾക്കും പ്രതിഷേധിക്കുന്നുണ്ടെങ്കിൽ വരണം പുരുഷ കമ്മീഷൻ. ഇങ്ങനെയുള്ള ആൾക്കാർ അത് എന്ത് പറയുമ്പോഴേക്കും അത് വളച്ചൊടിച്ച് പുരുഷന്റെ മേൽക്ക് കയറുന്ന രീതിയിലുള്ള ആൾക്കാരെ വായടപ്പിക്കാൻ വരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം.